വെൽക്കം ബാക്ക് ടു ഒരിടത്തൊരു കഥ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സിനിമയെ പറ്റിയാണ്. ഏത് തരം സിനിമയാണ്? ഒരു ഹൊറർ മൂഡ് ഓൺ സിനിമ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന അൺടിൽ ഡൗൺ ദ 2025 എന്ന സിനിമയെ പറ്റി. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ തുടങ്ങല്ലേ. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം, ഇല്ലെങ്കിൽ രാത്രി നിങ്ങളെ പ്രേതം പിടിച്ചോണ്ടോ. ഒരിടത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് ആ ഒരു ഗുഹയുടെ അകത്ത് നിന്ന് കയറി വരുന്നതാണ് ആദ്യം കാണിക്കുന്നത്. പക്ഷെ അവളുടെ പിന്നാലെ ഒരാളും വരുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവളുടെ കാല് പിടിച്ച് പിന്നെയും ആ ഒരു ഗുഹയുടെ അകത്ത് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെ മുകളിലോട്ട് വരുന്നു. രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞൊരു ശ്വാസം എടുത്ത് അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവളെ കൊല്ലാൻ വേണ്ടി ഒരാള് പിന്നെയും വന്നവിടെ നിൽക്കുന്നു. ഇല്ല, എനിക്ക് മരിക്കണ്ട, എനിക്ക് ഇനിയും മരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ അവള് പറഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അയാൾ കേൾക്കുന്നില്ല. ഒറ്റ വെട്ട് അവള് 2 തുണ്ടായി മാറുന്നു. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത്, അൺടിൽ ഡൗൺ. ഇവരെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് കാറിൽ പോവുകയാണ്. റിച്വൽ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ഇവര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ബാക്കിൽ നിന്ന് ഒരു പെണ്ണ് പറയുന്നുണ്ട്, അവളെ കാണാതായതാണ്, അല്ലാതെ അവള് മരിച്ചിട്ടൊന്നുമില്ല. ഇവളുടെ അനിയത്തി മെലാനെ കാണാതായിട്ടാണ് ഇവര് അവളെ തേടി കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സിനിമയുടെ ആദ്യം കണ്ടില്ലേ, ആ ഒരു പെൺകുട്ടിയാണ് മെലാൻ. അവള് ക്ലോറിന്റെ അനിയത്തിയാണ്. അവള് അവസാനം എടുത്ത വീഡിയോ അവളുടെ ചേച്ചിക്ക് അയച്ചു കൊടുത്തിരുന്നു. ആ ഒരു വീഡിയോയുടെ പിന്നിലുള്ള ആ ഒരു സ്റ്റോറിന്റെ മുമ്പിലാണ് ഇപ്പൊ അവര് നിന്നിട്ടുള്ളത്. ഇവരുടെ കൂട്ടത്തില് ഒരാൾ പറയുന്നുണ്ട്, അവള് മരിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അവളുടെ എനർജി ഇവിടെയൊക്കെ ഉണ്ടാവും. 1 വർഷം കഴിഞ്ഞില്ലേ അവള് പോയിട്ട്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ജോയിന്റ് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഒരു പ്രെയർ പറഞ്ഞാലോ എന്ന് പറയുന്നു. അവസാനം അവരൊക്കെ സമ്മതിച്ചിട്ട് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പൊ തന്നെ ഒരു വണ്ടി വന്ന് ഹോർൺ അടിക്കുന്നു. എന്തോ ഭാഗ്യത്തിന് അവരൊന്നും ചത്തുപോകുന്നില്ല. പിന്നെയും പ്രെയർ പറയാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ക്ലോറിനാകട്ടെ അവിടെ അടുത്തുണ്ടായിരുന്ന ഷോപ്പിൽ പോയി അവിടെ നിന്ന് ഒരു കോഫി പറഞ്ഞ് അവൾ അവിടെ പൈസ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു, ഇവിടേക്ക് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടാവുമല്ലേ, എന്തായാലും ഇയാളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അനിയത്തിയുടെ ഫോട്ടോ ഇയാൾക്ക് കാണിക്കുന്നു. അയാൾ പറയുന്നുണ്ട്, ഇവളെ കാണാതായല്ലേ, അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? ഞാനതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇവിടെ ഏകദേശം വരുന്നത് കാണാതായ ആൾക്കാരെ തപ്പിപ്പിടിക്കാനാണ് എന്ന് അയാൾ പറയുന്നു. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, കുറച്ച് മുകളിലാ, ഗ്ലോറി വാലിയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിറയെ പേരെ കാണാതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് അയാൾ പറയുന്നു. അപ്പം തന്നെ ഗ്ലോറി ആവട്ടെ അവിടുന്ന് ഫ്രണ്ട്സിനോട് പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി മിസ്സായത് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് അങ്ങോട്ട് പോവാമെന്ന്. അവരൊക്കെ ആ ഒരു കാറിൽ കയറി പോകുന്നു. അവിടെ മൊത്തം മഴയാണ്. അവസാനം അവർ പോയി പെട്ടത് മഴയില്ലാത്തൊരു സ്ഥലത്തും. പെട്ടെന്ന് എങ്ങനെയാ മഴയില്ലാതായത് എന്ന് അതിശയത്തോടെ അവർ നോക്കുന്നുണ്ട്. അവർ കാറ് നിർത്തിയതിൻ്റെ 4 ഭാഗത്തും നോക്കിയ മഴയാണ്, പക്ഷെ ഇവർ കാറ് നിർത്തിയ സ്ഥലത്ത് മാത്രം മഴയില്ല. എന്തോ ഒരു അത്ഭുതമാണെന്ന് ഇവർക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഗ്ലോറി ആവട്ടെ അവിടെ നിന്ന് ആ ഒരു മഴയെ തന്നെ ആസ്വദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്ക് അവർ 3 പേരും പോകുന്നുണ്ട്. പക്ഷെ മാക്സ് ആണെങ്കിൽ ഗ്ലോറിയെ അവിടെ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവളെ ഒബ്സർവ് ചെയ്യുന്നു. വീടിനകത്ത് കയറിയ ആ 3 പേരില്ലേ, അവര് ആ ഒരു വീട് അരിച്ചു വെറുക്കുന്നുണ്ട്. വീടിനകത്ത് കയറിയവരാണെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങി. അവിടെയാണെങ്കിൽ ഒരു 1998 ഒക്ടോബർ സാറ്റർഡേ എന്നെഴുതിയ ഒരു കലണ്ടറും അവർ കാണുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കലണ്ടർ ആരും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ പോലും ആരും യൂസ് ചെയ്തിട്ടില്ല എന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി. അവിടെ പൊടിയൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ മേഘനാട്ടെ ഒമിറ്റിങ് വന്ന് അവൾ പൈപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷേ പൈപ്പിൽ വെള്ളമില്ല. അവൾ ജസ്റ്റ് മിറർ തുടച്ചു കൊടുക്കുന്നു. മിറർ തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരു മിറർ തുടക്കാതെ തന്നെ കുറേ വർഷങ്ങളായെന്ന്. ക്ലോറിനാകട്ടെ ആ ഒരു മഴയെ നോക്കി അവിടെ തന്നെ നിൽക്കുന്നു. മാക്സും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ മഴയുടെ കുറച്ച് അകത്തോട്ട് പോകുന്ന സമയത്ത് മെലാനിനെ പോലെ ആരോ അവൾക്ക് തോന്നുന്നുണ്ട്. അവള് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്, മെലാനിൻ അത് നീയാണോ എന്ന് പറഞ്ഞ്. പക്ഷേ ഓപ്പോസിറ്റിൽ നിന്നാണെങ്കിൽ ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല. എബിന് വ്ലോഗ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായത് കൊണ്ട് തന്നെ അവന് അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനത്തിൻ്റെയും വീഡിയോ എടുക്കുന്നുണ്ട്.
ആ ഒരു സമയം തന്നെ മിസ്സിങ് എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് ബോർഡ് അവൻ കാണുന്നു. അവിടെ അവസാനമായി മിസ്സായത് മെലാനായിരുന്നു. അവളുടെ പേരും ഫോട്ടോയും വെച്ച് അവിടെ നോട്ടീസ് ബോർഡിൽ അവൻ കാണുന്നുണ്ട് അവളെ മിസ്സായെന്ന്. ഈ ഒരു സമയമാകട്ടെ നീന അവിടെ ഒരു ടൈം ലൂപ്പ് കാണുന്നു. മാക്സ് ആണെങ്കിൽ ക്ലോറിനെ ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്. ഈ ഒരു സമയം അവിടെ ഉണ്ടായിരുന്ന ആകാശങ്ങളൊക്കെ കറക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനിയാണെങ്കിൽ അവളുടെ പേര് അവിടെ ഉണ്ടായിരുന്ന രജിസ്റ്റർ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ടൈം ലൂപ്പിൽ ടൈം കഴിയുന്നു. ആദ്യത്തേത് മുതൽ പോലെ എപ്പോഴാണെങ്കിൽ ആ ഒരു നോട്ടീസ് ബോർഡിലെ ആ ഒരു പേപ്പേഴ്സ് കയറുന്നുണ്ട്. ക്ലോറിനാകട്ടെ മഴയത്ത് പോകുന്നു. നീനയാണെങ്കിൽ ആ ഒരു രജിസ്റ്റർ ബുക്കിൽ പേരെഴുതുന്നു. മേഘാണെങ്കിൽ ആ ഒരു മിറർ തുടയ്ക്കുന്നു. ഇതൊക്കെ പിന്നെയും കണ്ടിന്യൂ ആയി വരുന്നുണ്ട്. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എപ്പാണെങ്കിൽ വേഗം പോയി ക്ലോറിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് മെലാനെയാണ് അവസാനമായി മിസ്സായതെന്ന്. പക്ഷെ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ അവരെ എല്ലാം മിസ്സായെന്ന് പറഞ്ഞ് ആ ഒരു നോട്ടീസ് ബോർഡിൽ കാണുന്നു. നീനയാണെങ്കിൽ ആ ഒരു ബുക്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മെലാനിൽ ആ ഒരു പുസ്തകത്തിൽ അവളുടെ പേര് കുറെ പ്രാവശ്യം എഴുതിയത് കാണുന്നുണ്ട്. അതും ക്ലോറിനെ വിളിച്ച് കാണിക്കുന്നു. ഈ ഒരു സമയം പുറത്തിട്ട കാറ് അത് ആരോ ഹോർൺ അടിക്കുന്നത് ഇവർക്ക് കേൾക്കുന്നുണ്ട്. ആ ഒരു ഹോർണിൻ്റെ സൗണ്ട് കേട്ട് അവർ വേഗം പുറത്തോട്ട് പോകുന്നു. പുറത്തു പോയി നോക്കുന്ന സമയത്ത് കാറ് ആരോ റേസ് ചെയ്യുന്നുണ്ട്. അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലായി അവർ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നിന്നെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പറഞ്ഞ് മേഘനും ക്ലോറിനും മാക്സും അവിടെ ഡൗൺ ഫ്ലോറിൽ പോയി സെർച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം എബും നിനയും കൂടി ആ ഒരു കാറിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ആ ഒരു കാറ് എബിൻ്റെതായിരുന്നു. എങ്ങനെയാ എൻ്റെ കാറ് അവിടുന്ന് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ ഒരു സമയം എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ആ ഒരു സൗണ്ട് എന്താണെന്നറിയാൻ വേണ്ടി എബ് അങ്ങോട്ട് പോകുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞിട്ടും എബിനെ കാണുന്നില്ല. ഈ ഒരു സമയം നീന അങ്ങോട്ട് പോകുന്നു. അവള് ഇരുട്ടത്ത് അങ്ങോട്ട് മെല്ലെ മെല്ലെ പോകുന്ന സമയം അവിടെ ഒരു സ്വിച്ച് ബോർഡിൽ ഒരു സ്വിച്ച് അമർക്കുന്നു. അപ്പോൾ കാണുന്നത് ഓരോ വികൃതമായ ഒരു മനുഷ്യൻ എബിനെ കൊന്നിട്ടിട്ടുള്ളതാണ്. അവൾ വേഗം പോയി എബിൻ്റെ അടുത്ത് പോകുന്ന സമയം അവളെയും കൊല്ലുന്നു. ഈ ഒരു ശബ്ദം കേട്ട് മാക്സ് മുകളിലോട്ട് ഓടി വരുന്നു. ഓടി വരുന്ന സമയത്ത് ഇവരെ കൊന്നിട്ടത് ഇവൻ കാണുന്നു. വേഗം പോയി മേഘിനോടും ക്ലോറിനോടും പറയുന്നുണ്ട് നിങ്ങൾ വേഗം ഒളിച്ചെന്നോ അവിടെ ആരോ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന്. മാക്സ് ആണെങ്കിൽ അയാളെ കൊല്ലാൻ വേണ്ടി ഒരു ചെയറെടുത്ത് അയാളെ തലക്കിടിക്കുന്നു. കണ്ടവാതി കാണാത്തവാതി അയാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. മാക്സിന്റെ കണ്ണിലിട്ട് അയാൾ ഒരു കുത്തു കൊടുക്കുന്നു. അപ്പം തന്നെ മാക്സ് അവിടെ ഫ്ലാറ്റായി. പിന്നെ മേഘിനെ അയാൾ കൊല്ലുന്നുണ്ട്. ആ കൊല്ലുന്നത് കണ്ട് സഹിക്കവയ്യാതെ ക്ലോറിൻ ഷെൽഫിൻ്റെ അകത്ത് നിന്ന് വന്ന് ഒരു കത്തിയെടുത്ത് അയാളുടെ ഷോൾഡറിലേക്ക് കുത്തുന്നുണ്ട്. ഇത് കണ്ട് അവർ ക്ലോറിനെ കൊല്ലുന്നു. പിന്നെയും ആ ഒരു ടൈം ലൂപ്പ് എഗൈനായി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെയും ജനിച്ചു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ മരിക്കുന്നത് പോലെ ആ ഒരു ടൈം ലൂപ്പിൻ്റെ സമയം കഴിയുമ്പോൾ പിന്നെയും അവർ ജനിക്കുന്നു. പക്ഷെ ഇവർക്ക് ആ ഒരു ഓർമ്മയൊക്കെ അവരുടെ മൈൻഡിലുണ്ട്. ക്ലോറിനെ മാക്സ് ആ ഒരു മഴയിൽ നിന്ന് പുറത്തോട്ട് വലിക്കുന്നു. അപ്പോൾ ക്ലോറിൻ പറയുന്നുണ്ട് നീയല്ലേ മരിച്ചത്? അല്ല ഞാനും മരിച്ചല്ലോ, എന്താ സംഭവം, എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് അവർ കൺഫ്യൂസ്ഡ് ആവുന്നു. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ് എന്ന് പറഞ്ഞ് അവർ വീടിനകത്ത് പോയി നോക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നേ എന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് വാതിലാരോ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വാതിൽ ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു. ഇത് തന്നെ ആവർത്തിച്ച് നടക്കുന്നു. ഇവർ പോയി വാതിൽ ക്ലോസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഈ ഒരു സമയം മേഘിന് എന്തോ ഡിഫറെൻ്റായി ഫീൽ ചെയ്യുന്നു. അവൾ പറയുന്നുണ്ട് എനിക്കെന്തോ പറ്റുന്നില്ല. ഓക്കെ മാക്സ് ആണെങ്കിൽ നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ അവൾക്ക് ബാധ കൂടിയതുപോലെ അവൾ ഒച്ചത്തിൽ ആർക്കുന്നുണ്ട്. ആ ഒരു നിലവിളിയുടെ ശബ്ദത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബൾബുകളൊക്കെ പൊട്ടുന്നു. ഇരുട്ടത്താണെങ്കിൽ മേഘിനെ കാണുന്നില്ല. നോക്കുമ്പോൾ അടുത്ത റൂമിൽ അവൾ പോയി നിൽക്കുന്നതാണ് കാണുന്നത്. ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നു. ആ ഒരു നോട്ടീസ് ബോർഡ് നോക്കി അവിടെ ഉണ്ടായിരുന്ന ഓരോരാളെയും ചൂണ്ടിക്കാണിച്ച് അവരുടെ സ്വരത്തിലാണ് അവൾ സംസാരിക്കുന്നത്. അവളുടെ കാല് പോലും നിലത്തുറച്ചിട്ടില്ല. അവള് നിലത്ത് വീഴുന്നുണ്ട്. അവള് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്നു. പക്ഷേ അവൾക്ക് പെട്ടെന്ന് ബോധം പോകുന്നു. മാക്സ് ആണെങ്കിൽ അവൾ തൊടാൻ പോകുന്ന സമയത്ത് എബ് പറയുന്നുണ്ട് അത് ചിലപ്പോൾ വൈറസ് ആയിരിക്കാം, അത് പകരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവര് ആ ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. വീടിന്റെ പുറത്തു ഭാഗത്ത് മേഘ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്ന് ക്ലോറിനാകട്ടെ പുറത്തോട്ട് പോകുന്നു. അവരെല്ലാം പുറത്തു പോയി നിൽക്കുന്ന സമയത്ത് മാക്സ് മുന്നിൽ ഒരു വീട് കാണുന്നു. അവർ മുമ്പെപ്പോഴും നോക്കുന്ന സമയത്ത് ആ ഒരു വീട് അവിടെ കണ്ടില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ആ ഒരു വീട് അവിടെ കാണുന്നു. ദാ നോക്ക് ആ ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ ക്ലോറിനെ ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക് അദൃശ്യമായ കരങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നു. മാക്സ് ആണെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടി പോയതും അവനെ ആ ഒരു വീടിന്റെ അകത്തേക്ക് തള്ളിയിടുന്നുണ്ട്.
പിന്നെയാണെങ്കിൽ ആ ഒരു ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അവന് പിന്നെയും ഡോറ് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഏബാണെങ്കിൽ നീ എന്താ ചെയ്യുന്നത്, അവളിപ്പോൾ ചിലപ്പോൾ മരിച്ചു കാണും എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അവസാനം മാക്സ് ആ ഒരു ഡോറ് തുറന്ന് ടോർച്ചൊക്കെ എടുത്ത് അവളെ സെർച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഫ്ലോറിനാവട്ടെ ആ ഒരു വീടിന് മുന്നിലെത്തുമ്പോൾ അവളവിടെ സ്റ്റക്കാവുന്നു. അവൾ നേരെ തിരിഞ്ഞ് മറ്റേ വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് പിന്നെയും ആ ഒരു വീടിൻ്റെ അകത്തേക്ക് അവളെ വലിച്ചുകൊണ്ട് പോകുന്നു. ആ ഒരു വീടിൻ്റെ അകത്ത് കുറേ മുഖംമൂടികൾ കാണുന്നു. എന്താ സംഭവമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡായി ഒരു വയസ്സായ ഒരു മുത്തശ്ശി ഇരിക്കുന്നത് അവൾ കാണുന്നു. അവൾ ആ ഒരു മുത്തശ്ശിയെ നോക്കി നേരെ പോയി ആ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണെങ്കിൽ ഒരു ഓക്സിജൻ മാസ്കും വെച്ച് ആ ഒരു മുത്തശ്ശി അവളെ തന്നെ നോക്കുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കണേ എന്ന് പറഞ്ഞ് അവൾ കേണപേക്ഷിക്കുന്നു. പക്ഷെ ആ ഒരു മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ ഈ രാത്രി സർവൈവ് ചെയ്താൽ നിങ്ങൾ എവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒരു മുത്തശ്ശി അടുത്ത് വന്ന് ക്ലോറിന് ആ ഒരു മാസ്ക് വെച്ച് അവളെ കൊല്ലുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്തോ ഒരു ശക്തി കിട്ടുന്നു. ആ ഒരു മുത്തശ്ശിയാകട്ടെ പൊടിഞ്ഞ് അവിടെ തന്നെ ഇല്ലാതാകുന്നു. മാക്സ് ആണെങ്കിൽ ക്ലോറിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ക്ലോറിനാകട്ടെ അവിടെ എവിടെയും കാണുന്നില്ല. അവൻ ആ ഒരു ഫ്ലോറിൻ്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഒരു ചെയറിലാകട്ടെ ഒരു ജോക്കർ ഇരുന്ന് കാണുന്നു. അതെടുത്ത് അവൻ നോക്കുമ്പോൾ ഒന്നുമില്ല. അവൻ ആ ഒരു ജോക്കറെ എടുത്തെറിയുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലോറിൻ വന്ന് അവനെ ഒറ്റ വിട്ട് അവന് 2 തുണ്ടമായി മാറി. അവിടുന്ന് ആറ്റിറ്റ്യൂഡിൽ പുറത്തോട്ട് നടക്കുന്ന സമയത്ത് ഒരു മോൺസ്റ്റർ ഒരു കാറിൽ വന്ന് അവളെ ഇടിച്ചിടുന്നു. അങ്ങനെ ടൈം ലൂപ്പ് പിന്നെയും സ്റ്റാർട്ടാവുന്നുണ്ട്. ഇപ്രാവശ്യം അവർ കൂടുതൽ സേഫ്റ്റി മുൻകരുതിയാണ് നിൽക്കുന്നത്. അവർ വാഷ്റൂമിൻ്റെ അകത്ത് എല്ലാവരും ഡോറൊക്കെ ലോക്ക് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു മുത്തശ്ശി പറഞ്ഞ വേർഡ്സ് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പറഞ്ഞ്. ആ ഒരു സമയം എപ്പാണെങ്കിൽ അവിടെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം തന്നെ പറയുന്നുണ്ട് ആ ഒരു പൈപ്പിൽ വെള്ളമില്ലാന്ന്. പക്ഷെ അവൻ പൈപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. ആർക്കൊക്കെ വെള്ളം വേണം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൈപൊക്കുന്നു. എല്ലാവരും ആ ഒരു വെള്ളം കുടിച്ച് ആലോചിക്കുന്ന സമയത്ത് എന്തോ സംസാരിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നു. അവനത് കാണാതെ നിൽക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന കർട്ടനിൽ തുടയ്ക്കുന്നുണ്ട്. പക്ഷെ അടുത്ത സീനിൽ അവൻ ചൊവച്ചതും അവൻ പൊട്ടിത്തെറിക്കുന്നു. അവൻ്റെ ബോഡി പാർട്സൊക്കെ നീനയുടെ വായിൻ്റെ അകത്ത് പോകുന്നു. അവളത് കണ്ട് ഷോക്കായി നേരെ പോയി വായി കഴുകാൻ വേണ്ടി നിൽക്കുന്നു. മേഘായിട്ട് പറയുന്നു, നീ ആ വെള്ളം യൂസ് ചെയ്യരുത്, ആ ഒരു വെള്ളം കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറയുമ്പോഴും ആ ഒരു വെള്ളം വായിലിട്ടത് കൊണ്ട് അവളും അപ്പോൾ പൊട്ടിത്തെറിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പൈപ്പൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അവരവിടുന്ന് 3 പേരും കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയമായിട്ട് മേഘൻ്റെ കാല് പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് അവളുടെ വയറ് വലുതായി വയറും പൊട്ടിത്തെറിച്ച് പിന്നെ തല പൊട്ടിത്തെറിച്ച് അവൾ ഇല്ലാണ്ടാവുന്നു. ഇത് കണ്ട് ക്ലോറിനും മാക്സും ആട്ടെ മാക്സിനോട് ക്ലോറിൻ പറയുന്നുണ്ട്, നീ എന്നെ കൊല്ല്, അല്ലെങ്കിൽ അതുപോലെ ഞാനും മരിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ മാക്സിനാണെങ്കിൽ ഇവളെ കൊല്ലാൻ സാധിക്കുന്നില്ല. സോറി എന്ന് പറഞ്ഞ് അവനും പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. ക്ലോറിൻ അനങ്ങാതെ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചൂള പിടിച്ച് ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. അനങ്ങാതെ നിന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. വൈ എന്ന് ചോദിച്ചതും അവളും പൊട്ടിത്തെറിക്കുന്നു. പിന്നെയും ആ ഒരു ടൈം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരാളെ കണ്ട വിവരം അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ അവൾ പറയുന്നുണ്ട്. അയാളെ എനിക്കറിയാം, അയാൾ അന്ന് സ്റ്റോറിൽ വന്ന സമയത്ത് അയാളോടാണ് ഞാൻ മെലാനിനെ പറ്റി ചോദിച്ചത് എന്നൊക്കെ അവൾ പറയുന്നു. അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു ഡോക്ടറാണെന്ന് മനസ്സിലായി. 20 കൊല്ലം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മണ്ണിരച്ചിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇയാളായിരുന്നു രക്ഷിച്ചത്. ആ ഒരു പേപ്പർ കെട്ട് വായിച്ച സമയത്ത് ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് ഗ്ലോറിവാല മാത്രം ഡൗൺ ഫ്ലോറിലായത്. അവിടെ ഒരു TV ഉണ്ടായിരുന്നു. അതവർ ഓൺ ചെയ്ത് നോക്കുന്നു. ആ ഒരു സമയത്ത് അതിനകത്ത് ഒരു മനുഷ്യനെ ഒരു മുറിയിലിട്ട് പൂട്ടിയത് മാത്രം കാണുന്നുണ്ട്. ആ ഒരു മനുഷ്യനൊന്നിച്ച് ഒരു മരിച്ച മനുഷ്യനുമുണ്ട്. അയാൾ കേണപേക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്നെ ഒന്ന് പുറത്തു വിടൂ എന്നൊക്കെ പറഞ്ഞ്. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് പല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നട്ടലൊക്കെ വരുന്നു. അയാൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരാളെ ബോഡി പാർട്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡോക്ടർ അയാളുടെ റിസർച്ചിന് വേണ്ടിയാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നത്. അവസാനം അയാൾ വലിയൊരു മോൺസ്റ്ററായി മാറുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ആ ഒരു ഡോക്ടറാണെന്ന് ഇവർക്ക് മനസ്സിലായി. ആ സമയം തന്നെ ആ ഒരു ഡോക്ടർ ലൈനിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും, പക്ഷേ നിങ്ങളിൽ ഒരാൾ ഇവിടെ നിൽക്കണം.
അവർ മരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഈ ഒരു സമയത്ത് മേഗ് പറയുന്നുണ്ട്, അയാൾ ഇവിടെ എവിടെയുണ്ട്, അയാളുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൾ ആ ടേബിളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ടേബിളിന്റെ ട്രവർ തുറന്ന് നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു മാപ്പ്. അവൾ അതിൽ എവിടെയാണുള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. പിന്നെയും അയാളോട് സംസാരിച്ച് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഫേസ് ടു ഫേസ് കാണണം. ഓക്കെ, നീ എൻ്റെ അടുത്തേക്ക് വാ, നിന്റെ അനിയത്തി എൻ്റെ ഒന്നിച്ചുണ്ട്, പക്ഷെ നീ വരുന്ന സമയത്ത് നീ മാത്രം വരണം, നിന്റെ ഫ്രണ്ട്സ് ഒന്നും വരാൻ പാടില്ല എന്ന് പറയുന്നു. എബ്ബാണെങ്കിൽ നിന്റെ തീരുമാനമാണ് ശരി എന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അവള് അവിടുന്ന് പോകുന്നു. പക്ഷേ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ നീ പോവരുത്, ഇതൊരു ട്രാപ്പാണ് എന്ന് പറയുന്നു. എബ്ബാണെങ്കിൽ അവൾ പോകട്ടെ എന്ന് പറയുന്നു. ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുന്നു. നീ ഒരു ഫ്രണ്ടാണോ, നീ ഇങ്ങനെ അവളെ പറഞ്ഞു വിടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അവനാണെങ്കിൽ ആ ഒരു സമയം പറയുന്നുണ്ട്, 5 പേരിൽ ഒരാൾ മരിച്ചാൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അവളുടെ വേ അവൾ എന്നെ തെരഞ്ഞെടുത്തു, അതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നു. അപ്പം തന്നെ നീന ബാക്കിൽ നിന്ന് വന്ന് ഒരു പിക്കാസ് എടുത്ത് അവൻ്റെ വയറ്റിലേക്ക് കുത്തുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി അവളെ രക്ഷിക്കുക എന്ന്. അവന് അവിടെ കാവലിരിക്കുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. ക്ലോറിൻ ആവട്ടെ പോകുന്ന സമയത്ത് അവളെ കാല് എന്തോ ഒന്നിൽ കുടുങ്ങുന്നുണ്ട്. അപ്പം തന്നെ ആ ഒരു മോൺസ്റ്റർ അവളെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് വരുന്നു. മാക്സും മേഘനും ആവട്ടെ അവളെ സെർച്ച് ചെയ്ത് പോകുന്നു. ഈ ഒരു സമയം ഒരു മരത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ മേഘൻ്റെ ഡ്രസ്സിൽ എന്തോ വെള്ളം വീഴുന്നു. ടോർച്ച് പിടിച്ച് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു മോൺസ്റ്റർ. ആ ഒരു മോൺസ്റ്ററെ കണ്ട് അവർ 2 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മേഘനാകട്ടെ ഓടുന്ന സമയത്ത് ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വീഴുന്നു. ആ ഗ്ലാസ് പൊട്ടി ഇപ്പോൾ താഴെ വീഴും എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. എങ്ങനെയെങ്കിലും മാക്സ് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അപ്പം തന്നെ ആ ഒരു മോൺസ്റ്റർ വന്ന് അവളെ ആ ഒരു ഗ്ലാസ് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി കൊല്ലുന്നുണ്ട്. മാക്സ് ആണെങ്കിൽ അവിടുന്ന് എങ്ങനെയല്ലോ രക്ഷപ്പെട്ട് ക്ലോറിനെ കണ്ടുപിടിക്കുന്നു. ക്ലോറിനെ ആ ഒരു മോൺസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തി ഒരു ചാപ്പയിൽ പോയി ഇരിക്കുന്നുണ്ട്. അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ക്ലോറിനാകട്ടെ മാക്സിനോട് പറയുന്നുണ്ട്, നീ എന്നെ എങ്ങനെ കൊല്ല്, എനിക്ക് മടുത്തു, അടുത്ത ലൂപ്പിൽ പിന്നെയും നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ലെടുത്ത് കൊടുക്കുന്നുണ്ട്. അവനാകട്ടെ ആ ഒരു ചില്ല് വെച്ച് അവളെ കൊല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന വെള്ളം കുടിച്ച് പുറത്തുണ്ടായിരുന്ന മോൺസ്റ്ററെ പോയി വിളിച്ചതും അവൻ പൊട്ടിത്തെറിക്കുന്നു. അടുത്ത ലൂപ്പിലാകട്ടെ അവരൊക്കെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. മെലാനിന് ക്ലോറിൻ ഒരു മാല കൊടുത്തിരുന്നു. ഇത് നിന്റെ അമ്മയുടേതാണ്, നീ എന്തായാലും ഇത് എടുത്തു വെക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതെനിക്ക് വേണ്ട, നീ എടുത്തു വെച്ചോ എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ആ ഒരു ഉറക്കത്തിൽ നിന്ന് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മാക്സ് വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ എന്നൊക്കെ. ആ ഒരു സമയം എബ്ബാണെങ്കിൽ അവൻ്റെ പുറം കാണിച്ച് പറയുന്നുണ്ട്, എൻ്റെ പുറത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന്. പക്ഷെ അവൻ്റെ പുറത്ത് ഒന്നും കാണുന്നില്ല എന്ന് അവർ വെറുതെ കള്ളം പറയുന്നു. നേരത്തെ കണ്ട ആ ഒരു വീഡിയോയിലുള്ള ആളുടെ പുറത്ത് ആ എല്ല് വന്ന പോലെ ഇവൻ്റെ പുറത്തും വരാൻ തുടങ്ങി. പക്ഷെ അവൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവരാരും ഒന്നും പറയുന്നില്ല. നമ്മളിവിടെ വന്ന് എത്ര ദിവസമായി എന്ന് മാക്സിനോട് ചോദിക്കുന്നു. ഒരു 4 days ആയി കാണും എന്ന് മാക്സ് പറയുന്നു. എബ്ബാണെങ്കിൽ അല്ല, നമ്മളിവിടെ വന്ന് 5 ദിവസമായെന്ന്. നിന്നെയാട്ടെ നമ്മളിവിടെ വന്ന് 13 ദിവസമായി. ആ ഒരു ബുക്ക് പോയി ചെക്ക് ചെയ്യ് എന്ന് പറയുന്നു. ആ ഒരു ബുക്കിലാണെങ്കിൽ എല്ലാവരും 13 പ്രാവശ്യം മാത്രമേ സിഗ്നേച്ചർ ചെയ്തിട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ഇത് നമ്മളുടെ അവസാനത്തെ രാത്രിയാണെന്ന്. ഈ ഒരു പ്രാവശ്യം രക്ഷപ്പെടാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഇത് നമ്മളുടെ അവസാനത്തെ ചാൻസ് ആണ്. 12ാമത്തെ രാത്രി നമ്മൾ എന്തു ചെയ്തു എന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. എബിനാണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്ന ശീലം ഉണ്ടായതുകൊണ്ട് അവൻ ഫോൺ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണെങ്കിൽ അതിലൊരു വീഡിയോയിൽ ക്ലോറിൻ്റെ മുഖത്ത് എന്തോ ഒരു മോൺസ്റ്ററിൻ്റെ കൈ വരുന്നുണ്ട്. അത് പോയോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അത് പോയിട്ടില്ല. അവളുടെ മുഖം എന്തോ പോലെ ആവുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് അവർ എങ്ങോട്ടോ പോകുന്ന സമയത്ത് മോൺസ്റ്റർ വന്ന് അവരെ കൊല്ലുന്നു. അതായിരുന്നു 12ാമത്തെ ദിവസം നടന്നത്. ആ ഒരു വീഡിയോയിൽ മേഘ് ഒരു വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ മേഘിനെ കാണുന്നുമില്ല. ആ മേഘിനെ സെർച്ച് ചെയ്ത് അവരൊക്കെ പോകുന്നുണ്ട്. ക്ലോറിനാവട്ടെ മേഘിനെ കണ്ടുപിടിക്കുന്നു. മേഘിനെ ഒരു മുറിയിൽ അടിച്ചിട്ടിരിക്കുകയാണ്. അവളെ ചെയറിൽ കെട്ടിയിട്ട് അവിടെ ഒരു മോൺസ്റ്ററും ഉണ്ട്. ആ ഒരു മോൺസ്റ്ററെ ചെങ്ങലൊക്കെ ഇട്ടിട്ടുള്ളതാണ് കാണിക്കുന്നത്. ക്ലോറിൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ വേഗം കീ കണ്ടുപിടിച്ച് വരാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ആ ഒരു മുറി തപ്പി പോകുന്ന സമയത്ത് അവൾ ചെന്നെത്തിപ്പെടുന്നത് ആ ഒരു ഡോക്ടറിന്റെ മുറിയിലായിരുന്നു. അവിടെ എല്ലായിടത്തും CCTV ഉണ്ടായിരുന്നു. ഇവർ ചെയ്യുന്നതൊക്കെ അയാൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ ക്ലോറിനെ പറ്റി എഴുതി വെച്ച ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ആ ഒരു ഡോക്ടർ കയ്യിൽ ഒരു കോഫിയും കുടിച്ചുകൊണ്ട് വരുന്നു. ക്ലോറിനെ പറ്റി അയാൾ പറയുന്നുണ്ട്, നീ ഭയങ്കര സംഭവമാണ്, ബ്രില്യൻ്റ് ആയ കുട്ടി. ഞാൻ ഇതുവരെയായി ഇതുപോലത്തെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. 5 പേരിൽ ഒരാൾ മരിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്തായി നിങ്ങളുടെ തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നു. ഇതൊക്കെ ചെയ്തത് ഞാനാണ്, ഈ ഒരു ടൈം ലൂപ്പ് കണ്ടുപിടിച്ചത് തന്നെ ഞാനാണ് എന്നൊക്കെ അയാൾ പറയുന്നു. അയാൾ തിരിഞ്ഞു നിന്ന് പറയുന്ന സമയത്ത് അവിടെ മുകളിലുണ്ടായിരുന്ന ഒരു പൈപ്പ് ലീക്കായിരുന്നു. ആ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് ക്ലോറിൻ കണ്ടിരുന്നു. അയാൾ വെച്ചിരുന്ന ആ ഒരു കോഫി കപ്പെടുത്ത് ആ ഒരു വെള്ളം ആ ഒരു കപ്പിലേക്ക് വീഴാൻ വേണ്ടി വെക്കുന്നു. അയാൾ കാണാതെ തന്നെ ആ ഒരു കപ്പും മാറ്റി വെക്കുന്നു. പിന്നീട് അയാൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കോഫി എടുത്ത് കുടിക്കുന്നു. അപ്പോൾ ക്ലോറിൻ പറയുന്നുണ്ട്, 5ാമത്തെ ആളിൽ ആ ഒരു ആൾ അത് താങ്കളായ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നു. അപ്പം തന്നെ ആ ഒരു വെള്ളം കുടിച്ചുകൊണ്ട് അയാൾ പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. സമയം കഴിയാറായി. അവൾ വേഗം അവിടുന്ന് രക്ഷപ്പെടുന്നു. അവിടുന്ന് കീ എടുത്ത് പോയി മേഘനെ രക്ഷിക്കുന്നു. അപ്പം തന്നെ ആ ഒരു മോൺസ്റ്ററിൻ്റെ ചങ്ങാലയും പൊട്ടുന്നുണ്ട്. എങ്ങനെയല്ലോ ആ ഒരു മോൺസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് അവർ രക്ഷപ്പെടുന്നു. അവസാനം ആ ഒരു ഗുഹേൻ്റെ അകത്ത് നിന്ന് അവർ പുറത്തോട്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയല്ലോ രക്ഷപ്പെടുന്നു. സമയമാട്ടെ ആ ഒരു ടൈം ലൂപ്പിൽ സമയം കഴിയുന്നു. എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു സമയം കറുത്ത 2 മേഘങ്ങളൊക്കെ നീല നിറത്തിലേക്ക് വരാൻ തുടങ്ങി. മഴ പെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയം ഇല്ലാണ്ടാവുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി അവരവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നെന്ന്. വേഗം പോയി ഇപ്പോൾ കാറെടുത്ത് അവരോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രിയും നിങ്ങൾ അവിടെ തങ്ങുന്നുണ്ടോ എന്ന്. അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിച്ച് അവിടുന്ന് വേഗം ആ ഒരു കാറിലേക്ക് കയറുന്നു. പെട്ടെന്ന് ആ ഒരു കാറും സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവസാനം ആ ഒരു CCTV ക്യാമറയിൽ കാണിക്കുന്നത് അവർ വന്നതുപോലെ വേറൊരു കാറ് അങ്ങോട്ട് വരുന്നതാണ്. ഇവിടെ ഈ ഒരു സിനിമ അവസാനിക്കുന്നു. ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഹൊറർ മൂവി ചെയ്യാൻ വേണ്ടി നിങ്ങൾ സിനിമയുടെ പേര് കമൻറ്റ് ചെയ്യൂ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.